Hello dear students, welcome back. അപ്പോൾ നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ മൊഡ്യൂൾ 1 പാർട്ട് 3 ആണ് കേട്ടോ. നമ്മൾ SIC ആർക്കിടെക്ചർ വരെയാണ് പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ എക്സാമ്പിൾ പ്രോഗ്രാംസും ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇന്ന് നമ്മൾ SIC XCയും അതിൻ്റെ എക്സാമ്പിൾ പ്രോഗ്രാംസും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതോടുകൂടിയിട്ട് നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇനി SIC XCയുടെ ആർക്കിടെക്ചർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. SIC XC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സിംപ്ലിഫൈഡ് ഇൻസ്ട്രക്ഷണൽ കമ്പ്യൂട്ടർ, എക്സ്ട്രാ എക്യുപ്മെന്റ് ഓർ extra expensive. Okay, അപ്പോൾ എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ് SICയുടെ സ്റ്റാൻഡേർഡ് SICയുടെ എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ് എക്സ്ട്രാ എക്യുപ്മെന്റ് ഓർ എക്സ്ട്രാ എക്സ്പെൻസീവ് എന്ന് പറയുന്ന SIC XC. ഓക്കെ, ഇനി അതിൻ്റെ മെമ്മറി എന്ന് പറയുന്നത് മെമ്മറി സ്ട്രക്ചർ സെയിം ആസ് SIC, പക്ഷെ അതിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്മറി സൈസ് എന്ന് പറയുന്നത് 1 മെഗാബൈറ്റ് ആണ്. 1 മെഗാബൈറ്റ് മീൻസ് 2⁻20 ബൈറ്റ്സ്. ഓക്കെ, അപ്പം മെമ്മറി SICയുടെ പോലെ സ്ട്രക്ചർ സെയിം ആണ്. 1 മെഗാബൈറ്റ് വരെയാണ് 2⁻20. SICയിൽ നമുക്ക് 2⁻15 ആയിരുന്നു, ഇവിടെ നമുക്ക് 2⁻20 ബൈറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, 1 മെഗാബൈറ്റ്. ഓക്കെ, അപ്പം ഇത് കൂടുതലായതുകൊണ്ട് തന്നെ, മെമ്മറി സൈസ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സും അതുപോലെ അഡ്രസ്സിംഗ് മോഡ്സും എല്ലാം തന്നെ SIC XCയിൽ വളരെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ അത് ചേഞ്ച് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് രജിസ്റ്റേഴ്സ് ആണ്, SIC XCയിൽ വരുന്ന രജിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പം നമുക്ക് SICയുടെ പുറമെ, SICയിലുള്ള രജിസ്റ്റേഴ്സിന് പുറമെ ഇതിനകത്ത് B, S, T ആൻഡ് F. ഓക്കെ, അപ്പൊ അങ്ങനെ 4 എക്സ്ട്രാ രജിസ്റ്റേഴ്സ് കൂടിയും വരുന്നുണ്ട്. B എന്ന് പറയുമ്പോൾ ബേസ് രജിസ്റ്റർ ആണ്. ബേസ് രജിസ്റ്റർ നമുക്ക് എന്താ നമ്പർ കൊടുക്കുന്നത് 3 ആണ്. ഓക്കെ, S എന്ന് പറയുന്നതും T എന്ന് പറയുന്നത് ജനറൽ വർക്കിംഗ് രജിസ്റ്റർ ആണ്. അതിന് പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ പർപ്പസ് എന്ന് നമുക്ക് പറയാനില്ല. ജനറൽ ആയിട്ട് നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ആ ഒരു ജനറൽ വർക്കിംഗ് രജിസ്റ്റർ ആയിട്ട് S ആൻഡ് T രജിസ്റ്റർ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ F എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് അക്യുമുലേറ്റർ ആണ്. നമുക്ക് SICയിൽ നമുക്ക് അക്യുമുലേറ്റർ രജിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നമ്മൾ ഓപ്പറേഷൻസ്, അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് അവിടെ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഫ്ലോട്ടിംഗ് പോയിന്റ് SIC സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. ഇവിടെ ഫ്ലോട്ടിംഗ് പോയിന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. SIC XC ഫ്ലോട്ടിംഗ് പോയിന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് F എന്ന് പറയുന്ന രജിസ്റ്റർ ആയിരിക്കും. F ഫ്ലോട്ടിംഗ് പോയിന്റ് അക്യുമുലേറ്റർ ആണ്. ഓക്കെ, അത് 48 ബിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. മെമ്മറി 2⁻20 ബൈറ്റ്സ് ആണ്. 1 മെഗാബൈറ്റ് എന്ന് പറയാം. നമുക്ക് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ അക്യുമുലേറ്റർ പ്രോഗ്രാം കൗണ്ടറിന്റെ പുറമെ തന്നെ BSTF ബേസ് രജിസ്റ്റർ, അതുപോലെ തന്നെ S ആൻഡ് T 2 ജനറൽ പർപ്പസ് രജിസ്റ്റർ, ദെൻ F എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് അക്യുമുലേറ്റർ രജിസ്റ്ററും കൂടി ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഡാറ്റ ഫോർമാറ്റ്. ഡാറ്റ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് SICയുടെ ആ ഒരു സെയിം ഡാറ്റ ഫോർമാറ്റ് ഇതിലും വരുന്നുണ്ട്. അതായത് ഇൻറ്റിജേഴ്സിനും അതുപോലെ തന്നെ ഡെസിമൽ അല്ല, നെഗറ്റീവ് നമ്പേഴ്സിനും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആ ഒരു ഫോർമാറ്റ് ഇവിടെയും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്പ് നമുക്ക് വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ അവിടെ ഡെസിമൽ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ഒന്നും ഡെസിമൽസിൽ പറ്റില്ലായിരുന്നു. ഇവിടെ നമുക്ക് ഡെസിമൽ പോയിന്റ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്പ് ഞാൻ പറഞ്ഞു, ഫ്ലോട്ടിംഗ് പോയിന്റ് രജിസ്റ്റർ ഉണ്ട്. അത് 48 ബിറ്റ് ആണ് എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, അപ്പം ആ 48 ബിറ്റിൽ എങ്ങനെയാണ് അതിന്റെ ഡിവിഷൻ എന്നുള്ളതാണ്. ഇതാണ് അതിന്റെ ഡാറ്റ ഫോർമാറ്റ് വരുന്നത്. അപ്പം എസ്, എക്സ്പൊണന്റ്, ഫ്രാക്ഷൻ. ഓക്കെ, ഇതിൽ എസ് എന്ന് പറയുന്നത് സൈൻ ആണ്. ഓക്കെ, സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഓർ പോസിറ്റീവ്. ഓക്കെ, അപ്പൊ നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത് ത്രൂ 0 ഓർ 1 ആണ്. 0 ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, 1 ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. അതിന് കൊടുത്തിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത് 1 ബിറ്റ് ആണ്. ഓക്കെ, അപ്പം ആദ്യത്തത് ഏതാണ്? സൈൻ ആണ് കാണിക്കുന്നത്. എസ് എന്ന് പറയുന്നത് 1 ബിറ്റ് ആണ്. 0 ഓർ 1 വെച്ചിട്ട് നമ്മൾ അത് ഡിനോട്ട് ചെയ്യും. 0 ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, 1 ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഇനി അടുത്തത് എക്സ്പൊണന്റ് പാർട്ട് ആണ്. നമുക്ക് ഡെസിമൽ റെപ്രസെന്റേഷനിൽ ഇപ്പം എക്സാമ്പിൾ പറയാണ് 28.47 എന്ന് വിചാരിക്കുക. ഓക്കെ, 47. ഇതിൽ ഈ പാർട്ടാണ് എക്സ്പൊണന്റ്, ഈ പാർട്ടാണ് ഫ്രാക്ഷണൽ പാർട്ട്. ഓക്കെ, സോ എക്സ്പൊണന്റ് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എക്സ്പൊണന്റിൽ നമുക്ക് 0 to 2047, 0 തൊട്ടിട്ട് 2047 വരെയുള്ള വാല്യൂസ് നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതിന് നമുക്ക് 11 ബിറ്റ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ സൈൻ 1 ബിറ്റ്, എക്സ്പൊണന്റ് പാർട്ട് 0 to 2047 ആണ്, അത് 11 ബിറ്റ് ആണ്. ഓക്കെ, നൗ ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുമ്പോൾ 0-ന്റെയും 1-ന്റെയും ഇടയിൽ, 0-ന്റെയും 1-ന്റെയും ഇടയിൽ എന്ന് പറയുമ്പോൾ ഇവിടെ 0.47. ഓക്കെ, 0.47, 0-ന്റെയും 1-ന്റെയും ഇടയിലുള്ള വാല്യൂസ് നമുക്ക് ഫ്രാക്ഷണൽ പാർട്ടിൽ കൊടുക്കാം. അത് ഇപ്പം 36 ബിറ്റ്സ് അത് സ്പേസ് ഉണ്ട്. അപ്പം എത്ര വേണമെങ്കിലും നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, 36 ബിറ്റ്സ് സ്പേസ് ആണ്. 0 to 1 വരെയുള്ള വാല്യൂസ് ആയിരിക്കും ഫ്രാക്ഷണൽ പാർട്ടിനകത്ത് വരിക. ഇനി
ഇതിൽ നമുക്കിപ്പം എക്സ്പൊണന്റ് വാല്യൂ നമ്മൾ ഇ എന്ന് ഡിനോട്ട് ചെയ്തു, ഫ്രാക്ഷണൽ വാല്യൂ നമ്മൾ എഫ് എന്ന് വെച്ച് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇതിന്റെ ഈ ഒരു അബ്സല്യൂട്ട് വാല്യൂ, ഒരു നമ്പറിന്റെ അബ്സല്യൂട്ട് വാല്യൂ കാണുന്നത് ഇങ്ങനെയാണ്, എഫ് സ്റ്റാർ 2 raised to e minus 1024. ഓക്കെ, ഈ ഇക്വേഷൻ നോട്ട് ചെയ്യുക. എഫ് സ്റ്റാർ എന്ന് പറയുമ്പോൾ എഫ് ഇൻറ്റു 2 raised to e മൈനസ്, ഇ എന്ന് പറയുന്നത് എക്സ്പൊണന്റ് പാർട്ട്, ഇ മൈനസ് 1024. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ഡാറ്റ ഫോർമാറ്റ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ആണ് SIC-XCയുടെ. നമ്മൾ നേരത്തെ പറഞ്ഞു സൈസ് കൂടുതലായതുകൊണ്ട്, മെമ്മറി സൈസ് കൂടുതലായതുകൊണ്ട് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റും അതുപോലെ തന്നെ അഡ്രസ്സിംഗ് മോഡ്സ് ഒക്കെ SICയുടെ പോലെയല്ല, ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് 4 ഫോർമാറ്റ് ആണുള്ളത്. ഫോർമാറ്റ് 1, ഫോർമാറ്റ് 2, ഫോർമാറ്റ് 3 ആൻഡ് ഫോർമാറ്റ് 4. ഓക്കെ, ഫോർമാറ്റ് 1 എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു ഓപ്പ് കോഡ് മാത്രം, ഒരു ഇൻസ്ട്രക്ഷന്റെ ഓപ്പ് കോഡ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. 1 ബൈറ്റ് ഓപ്പ് കോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആർ സബ്, ജെ സബ് എന്ന് പറയുന്ന അങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ, അതാണ് നമ്മുടെ നിമോണിക് ഓപ്പ് കോഡ്സ് എന്ന് പറയുന്നത്, നിമോണിക് ഇൻസ്ട്രക്ഷൻ. അപ്പം അത് ആ ഒരു 1 ബൈറ്റ് കോഡ് മാത്രമായിരിക്കും ഒരു ആർ സബ് അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് 1 ഇൻസ്ട്രക്ഷനിൽ ഉണ്ടായിരിക്കുക. ആ ഫോർമാറ്റ് 1 ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ 1 ബൈറ്റ് ആണ്, അതായത് 8 ബിറ്റ്സ്. ഓക്കെ, 8 ബിറ്റ്സ് ഓർ 1 ബൈറ്റ്. ഓക്കെ, ഇതാണ് ഫോർമാറ്റ് 1. നൗ ഫോർമാറ്റ് 2 എന്ന് പറയുമ്പോൾ അത് 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ആയിരിക്കും. 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 8 ബിറ്റ് നമ്മുടെ ഓപ്പറേഷൻ കോഡും അതുപോലെ തന്നെ അടുത്ത 4 ബിറ്റ് ഒരു രജിസ്റ്റർ 1ഉം അടുത്ത 4 ബിറ്റ് വേറൊരു രജിസ്റ്റർ 2ഉം. ഓക്കെ, അപ്പം ഇതാണ് അതിന്റെ ഫോർമാറ്റ്. ഫോർമാറ്റ് 2 എന്ന് പറയുന്നത് 2 ബൈറ്റ്സ് ആണ്. 2 ബൈറ്റ്സ് മീൻസ് 16 ബിറ്റ്സ്. ഓക്കെ, 16 ബിറ്റ്സ് ആണ്. അപ്പം അതിൽ ആദ്യത്തെ 8 ബൈറ്റ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിലെ പോലെ ഓപ്പ് കോഡും അത് കഴിഞ്ഞിട്ടുള്ള 4 ബിറ്റ്സ് നമുക്ക് രജിസ്റ്റർ 1ഉം രജിസ്റ്റർ 2ഉമാണ്. ഓക്കെ, 4 ബിറ്റ്സ് ഈച്ച്. അപ്പം എക്സാമ്പിൾ ആണെങ്കിൽ COMP RAS, അതായത് ഇവിടെ കമ്പാരിസൺ ആണ് നടക്കുന്നത്. കമ്പാരിസന്റെ ആ ഒരു ഇൻസ്ട്രക്ഷൻ ഓപ്പ് കോഡാണ് COMP എന്ന് പറയുന്നത്. ഇവിടെ R എന്ന് പറയുന്നത് 2 രജിസ്റ്റേഴ്സ് ആണല്ലോ, A രജിസ്റ്റർ എന്ന് പറയുന്ന അക്യുമുലേറ്ററും S രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ജനറൽ പർപ്പസ് രജിസ്റ്റർ ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ 2 രജിസ്റ്റർ ടു രജിസ്റ്റർ ഓപ്പറേഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് കമ്പാരിസന്റെ കൂടെ COMPയുടെ കൂടെ R എന്ന് പറയുന്ന ഒരു ആൽഫബറ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, COMP RA,S. അപ്പം ഇവിടെ ഈ COMP എന്ന് പറയുന്നത് 8 ബിറ്റ് ഓപ്പ് കോഡും, A എന്ന് പറയുന്നത് 4 ബിറ്റിന്റെ ഒരു രജിസ്റ്ററും, S എന്ന് പറയുന്നത് 4 ബിറ്റിന്റെ മറ്റൊരു രജിസ്റ്ററും ആണ്. ഓക്കെ, അപ്പം A എന്ന് പറയുന്ന അക്യുമുലേറ്റർ രജിസ്റ്ററിലെയും S എന്ന് പറയുന്ന ആ ഒരു ജനറൽ പർപ്പസ് രജിസ്റ്ററിലെയും കോണ്ടന്റ്സ് തമ്മിലുള്ള കമ്പാരിസൺ ആണ്, അല്ലെങ്കിൽ കമ്പയർ ചെയ്യാനുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ടോട്ടൽ ഫോർമാറ്റ് 2 ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഫോർമാറ്റ് 2ൽ വരുന്നത്. ഫോർമാറ്റ് 2 ബൈറ്റ്സ് ആണ്. അതിൽ ആദ്യത്തെ 8 ബിറ്റ് ഓപ്പ് കോഡും 4 ബിറ്റ് രജിസ്റ്റർ 1, 4 ബിറ്റ് രജിസ്റ്റർ 2 ആണ്. ഓക്കെ, ഇനി ഫോർമാറ്റ് 3 എന്ന് പറയുമ്പോൾ അത് 3 ബൈറ്റ്സ് ആണ് കേട്ടോ. ഫോർമാറ്റ് 3 ബൈറ്റ്സ് ആണ്. അത് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓപ്പ് കോഡ് ഉണ്ടായിരിക്കും. പക്ഷെ ഓപ്പ് കോഡ് എന്ന് പറയുന്നത് അവിടെ 8 ബിറ്റ് അല്ല, 6 ബിറ്റ് ആണ്. അതിന്റെ കൂടെ ഒരു 6 ഫ്ലാഗ് ബിറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, NIXBPE എന്ന് പറയുന്ന 6 ഫ്ലാഗ് ബിറ്റ്സ്. ആ ഫ്ലാഗ് ബിറ്റ്സ് ഓരോന്നിനും ഓരോ ബിറ്റ് ആണ്. അതിനുശേഷം ഒരു ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡും ഉണ്ടായിരിക്കും. ഇതാണ് ഫോർമാറ്റ് 3യുടെ ഫോർമാറ്റ്. ഓക്കെ, ഫോർമാറ്റ് 3 അല്ലെങ്കിൽ 3 ബൈറ്റ്സ്. 3 ബൈറ്റ്സ് മീൻസ് 8 3 is 24. ഓക്കെ, അപ്പൊ 24 ബിറ്റ്സ് ആണ്. അതിന്റെ ഡിവിഷൻ ഇങ്ങനെയാണ്. 6 ബിറ്റ് ഓപ്പ് കോഡും NIXBPE എന്ന് പറയുന്ന 6 ഫ്ലാഗ് ബിറ്റ്സും, ഓരോ ബിറ്റുള്ള 6 ഫ്ലാഗ് ബിറ്റ്സും ഡിസ്പ്ലേസ്മെന്റ് 12 ബിറ്റ്സ് ഉള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡുമാണ് ഇതിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡിൽ നമുക്ക് അഡ്രസ്സ്, ടാർഗറ്റ് അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പറന്റിന്റെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പം ഇതിനകത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഇതിനകത്ത് ഈ ഫ്ലാഗ് ബിറ്റ്സ് ഒക്കെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കുറെ ഡിഫറെന്റ് അഡ്രസ്സിംഗ് മോഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഈ ഫ്ലാഗ് ബിറ്റ്സിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അത് നമുക്ക് അടുത്ത സെഷനിൽ വരുമ്പോൾ പറയാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ലാസ്റ്റിൽ കാണുന്ന ഈ ബിറ്റ്, ഓക്കെ, എക്സ്റ്റൻഷൻ. അപ്പൊ ഈ ഒരു ബിറ്റ് ആണ് നമ്മൾ ഫോർമാറ്റ് 3 ആണോ ഫോർമാറ്റ് 4 ആണോ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഫ്ലാഗ് ബിറ്റ് E എന്ന് പറയുന്നത് 0 ആണെങ്കിൽ അത് ഫോർമാറ്റ് 3 ആയിരിക്കും, 1 ആണെങ്കിൽ അത് ഫോർമാറ്റ് 4 ആയിരിക്കും.
ആയിരിക്കും. ഓക്കെ, അപ്പം അതും അതിൻ്റെയും എന്താണെന്നുള്ളത് എക്സ്പ്ലനേഷൻ നമുക്ക് അടുത്ത സെഷനിലേക്ക് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഫോർമാറ്റ് 3യുടെ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഒരു ഓപ്പ് കോഡ് ഉണ്ടായിരിക്കും. ഓപ്പ് കോഡ് 6 ബിറ്റ്സ് ആയിരിക്കും. അതിൻ്റെ കൂടെ NIX BPE എന്ന് പറയുന്ന 6 ഫ്ലാഗ് ബിറ്റ്സ് ഉണ്ടായിരിക്കും. കൂടെ ഒരു 12 ബിറ്റ്സിൻ്റെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡും ഉണ്ടായിരിക്കും. ഈ NIX BPE എന്ന് പറയുന്നത് ഫ്ലാഗ് ബിറ്റ്സ് ആണ്. ലാസ്റ്റ് ഫ്ലാഗ് ബിറ്റ് ആയിട്ടുള്ള ഈ 0 ആണെങ്കിൽ അത് ഫോർമാറ്റ് 3യും 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോർമാറ്റ് 4ഉം ആയിരിക്കും. ഓക്കെ, ഇത് ടോട്ടൽ 3 ബൈറ്റ്സ് ആണ്. 3 ബൈറ്റ്സ് 24 ബിറ്റ്സ് ആണ് ഫോർമാറ്റ് 3. ഓക്കെ, ഇനി ഫോർമാറ്റ് 4ഉം 4 ബൈറ്റ്സ് ആണ്. 3 പോലെയല്ല, ചെറിയ വ്യത്യാസമാണുള്ളത്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡിന് പകരം ഒരു 20 ബിറ്റ്സിന്റെ അഡ്രസ് ഫീൽഡ് ആണ് ഉള്ളത്. ഓക്കെ, 4 ബൈറ്റ്. ഓക്കെ, 4 ബൈറ്റ് എന്ന് പറയുമ്പോൾ 32 ബിറ്റ്സ് ആണ്. 32 ബിറ്റ്സ് 32 ബിറ്റ്സിൽ 6 ഓപ്പ് കോഡും ദെൻ 6 ഫ്ലാഗ് ബിറ്റ്സ് ആണ്. NIX BPE തന്നെയാണ്. ബാക്കിയുള്ള 20 ബിറ്റ്സും അഡ്രസ് ഫീൽഡ് ആണ്. ഓക്കെ, അഡ്രസ് ഫീൽഡ് ആണ്. ബാക്കിയെല്ലാം സെയിം ആസ് ഫോർമാറ്റ് 3 തന്നെയാണ്. ഓക്കെ, ഫോർമാറ്റ് 3നേക്കാളും ഒരു 2 ഹെക്സാഡെസിമൽ ഡിജിറ്റ്സ് ഇവിടെ കൂടുതലായിരിക്കും. ഓക്കെ, ഒരു ഹെക്സാഡെസിമൽ ഡിജിറ്റ് കയറ്റണമെങ്കിൽ നമുക്ക് 4 ബിറ്റ്സ് വേണ്ടി വരും. അപ്പം അങ്ങനെ 2 ഹെക്സിന് 8 ബിറ്റ്സ് വേണ്ടി വരും. അങ്ങനെ ആ 12ന്റെ കൂടെ 8 കൂടി കൂടുമ്പോഴാണ് ഈ 20 ബിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്ലസ് JSUB RDREC. അടുത്തത് അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. അഡ്രസ്സിംഗ് മോഡ്സ് നമുക്ക് 7 എണ്ണമാണ് വരുന്നത്. ബേസ് റിലേറ്റീവ്, പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ്, then base relative with indexing, program counter relative addressing, direct addressing, immediate addressing, indirect addressing. ഓക്കെ, അപ്പം ഇത്ര എണ്ണമാണ്. അപ്പം ഇത്രയും അഡ്രസ്സിംഗ് മോഡ്സും നമ്മൾ എങ്ങനെയാണ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് 3 and 4ൽ 6 പാരിറ്റി ബിറ്റ്സ് അല്ലെങ്കിൽ ഫ്ലാഗ് ബിറ്റ്സ് പറഞ്ഞല്ലോ. ആ ഫ്ലാഗ് ബിറ്റ്സിനെ ആണ് നമ്മളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ, ഓരോ അഡ്രസ്സിംഗ് മോഡ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആദ്യം തന്നെ ബേസ് റിലേറ്റീവ് ആണ്. ബേസ് റിലേറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഫ്ലാഗ് ബിറ്റ് ആയിട്ടുള്ള B1ഉം P0യും ആണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ, B1 and P0 ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് ബേസ് റിലേറ്റീവ് ആയിരിക്കും. അതിന്റെ ടാർഗറ്റ് അഡ്രസ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ്, ഫോർമാറ്റ് 3യിൽ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് പ്ലസ് ബേസ് രജിസ്റ്ററിന്റെ ഉള്ളിൽ എന്താണോ അതും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം ബേസ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡിനെ കാണിക്കാൻ വേണ്ടിയിട്ട് B ബിറ്റ് 1ഉം P ബിറ്റ് 0യും ആക്കുക. ടാർഗറ്റ് അഡ്രസ്സ് കാണാനുള്ള ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ പ്ലസ് ബേസ് രജിസ്റ്ററിലെ കോണ്ടന്റ് എന്താണോ അതിനെ ആഡ് ചെയ്യുക. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് 12 ബിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡിൽ എന്താണോ ആ വാല്യൂയും ബേസ് രജിസ്റ്ററിൽ എന്ത് വാല്യൂ ആണോ ഉള്ളത് അതും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, ഇനി രണ്ടാമത്തത് പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ്. അത് നേരെ തിരിച്ച്, അതായത് B വാല്യൂ 0യും P വാല്യൂ 1ഉം ആയിരിക്കും. ഓക്കെ, B വാല്യൂ 0, P വാല്യൂ 1. പ്രോഗ്രാം കൗണ്ടർ ആണ്, അപ്പോൾ P ആയിരിക്കും 1 വരുന്നത്. ഇവിടെ ബേസ് റിലേറ്റീവ് B ആണ്, അപ്പോൾ സോണ്ട് B ആയിരിക്കും 1 വരുന്നത്. ഓക്കെ, പ്രോഗ്രാം കൗണ്ടറിൽ B0യും P1ഉം. അവിടെ നമുക്ക് ടാർഗറ്റ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ പ്ലസ് പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്ററിനകത്ത് എന്താണോ ഉള്ളത് അത് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഇതൊക്കെ ഫോർമാറ്റ് 3യിലാണ് വരുന്നത്. ഓക്കെ, ഫോർമാറ്റ് 3യിലാണ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ യൂസ് ചെയ്യുന്നത്. ഫോർമാറ്റ് 3യിലാണ്. സോ B = 0, P = 1. ടാർഗറ്റ് അഡ്രസ്സ് ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് PC രജിസ്റ്റർ. ഓക്കെ, PC രജിസ്റ്ററിൽ എന്താണോ ഉള്ളത് അത് ആഡ് ചെയ്യുക. PC രജിസ്റ്ററിൽ എന്തായിരിക്കും ഉള്ളത്, അടുത്ത എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതാണ് ഇതിൽ ആഡ് ചെയ്യേണ്ടത് ടാർഗറ്റ് അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് ബേസ് റിലേറ്റീവ് വിത്ത് ഇൻഡെക്സിങ്. നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ ബേസ് റിലേറ്റീവ് പറഞ്ഞു. ആ ബേസ് റിലേറ്റീവിന്റെ കൂടെ ഇൻഡെക്സിങ്ങും കൂടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഓക്കെ, അവിടെ നേരത്തെ പറഞ്ഞ പോലെ B വാല്യൂ 1ഉം P വാല്യൂ 0യും ഇൻഡെക്സിങ്ങും കൂടി വരുന്നത് കൊണ്ട്, ഇൻഡെക്സിംഗ് എന്ന് പറയുമ്പോൾ അത് ഡിനോട്ട് ചെയ്യുന്ന X അല്ലേ, X 1 വെക്കണം. ഓക്കെ, B വാല്യൂ 1, P വാല്യൂ 0 ആൻഡ് X വാല്യൂ 1 ആയാൽ ബേസ് റിലേറ്റീവ് വിത്ത് ഇൻഡെക്സിംഗ് ആയി. അവിടെ നമുക്ക് ടാർഗറ്റ് അഡ്രസ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ എന്താണോ അതിന്റെ കൂടെ ബേസ് രജിസ്റ്ററിലെ വാല്യൂയും ഇൻഡെക്സ് രജിസ്റ്ററിലെ വാല്യൂയും കൂടി കൂട്ടണം. ഓക്കെ, അപ്പം B
പ്ലസ് എക്സ്, ബി പ്ലസ് എക്സ് ഡിസ്പ്ലേസ്മെന്റിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബേസ് റിലേറ്റീവ് വിത്ത് ഇൻഡെക്സിങ്ങിന്റെ ടാർഗറ്റ് അഡ്രസ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് അഡ്രസ്സിംഗിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതേ സാധനം തന്നെയാണ് തിരിച്ചും മറിച്ചും എഴുതുക. ഓക്കെ, ബി സീറോയും വിത്ത് അഡ്രസ്സിംഗ്, ഇവിടെ ഇൻഡെക്സിങ്, ഇതിലും ഇൻഡെക്സിങ് വരുന്നുണ്ട്, പ്രോഗ്രാം കൗണ്ടർ വിത്ത് ഇൻഡെക്സിംഗ് ആണ് ഇതും. സോ അവിടെ ബി വാല്യൂ സീറോയും പി വാല്യൂ വണ്ണും ഇൻഡെക്സ് വാല്യൂ 1 ആയിരിക്കും, എക്സും 1 ആയിട്ട് സ്പെസിഫൈ ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റിന്റെ കൂടെ പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്ററിലെ വാല്യൂയും ഇൻഡെക്സ് രജിസ്റ്ററിലെ വാല്യൂയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടാർഗറ്റ് അഡ്രസ് കിട്ടും. ഓക്കെ, ഇനി ഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണെങ്കിൽ നമുക്ക് അവിടെ ഫോർമാറ്റ് 3ക്കും ഫോർമാറ്റ് 4നും വരും. മറ്റേത് നമ്മൾ എന്താ പറഞ്ഞത്, ഡിസ്പ്ലേസ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ ബേസ് റിലേറ്റീവും പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവും ഇൻഡെക്സിംഗ് ആണെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തത്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് നമുക്ക് ഫോർമാറ്റ് 3 ആൻഡ് ഫോർമാറ്റ് 4ലും യൂസ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് എക്സ് ബിറ്റും ബി ബിറ്റും പി ബിറ്റും മൂന്നും 0 ആയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ബാക്കി NIX BPE ആണല്ലോ, അതിൽ ഇ ബിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എക്സ്റ്റെൻഡഡ് വേർഷൻ, അതായത് ഫോർമാറ്റ് 3 ആണോ 4 ആണോ എന്നുള്ളത് ഡിനോട്ട് ചെയ്യാനാണ്. ഫോർമാറ്റ് 3 ആണെങ്കിൽ നമ്മൾ 0 കൊടുക്കും, ഫോർമാറ്റ് 4 ആണെങ്കിൽ നമ്മൾ 1 കൊടുക്കും എന്ന് പറഞ്ഞു. ഇനി ഇതിൽ എക്സ് വാല്യൂ 0, ബി വാല്യൂ 0, പി വാല്യൂ 0 ആണെങ്കിൽ അവിടെ ഡയറക്റ്റ് അഡ്രസ്സിംഗ് ആയിരിക്കും. ബിറ്റ്സ് N ആൻഡ് I ആർ എയ്തർ ബോത്ത് 0 അല്ലെങ്കിൽ ബോത്ത് 1. ഓക്കെ, എന്നും ഐയും ഒന്നുമില്ലെങ്കിൽ രണ്ടും 0 ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗിന്റെ കേസ് വരുന്നത്. അപ്പം ഇവിടെ ടാർഗറ്റ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേസ്മെന്റിന് എന്ത് വാല്യൂ ആണോ ഉള്ളത്, നമുക്ക് ആ ഫോർമാറ്റ് 3യിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂവിൽ എന്താണോ ഉള്ളത് അത് തന്നെ ആയിരിക്കും ഈ ഡയറക്റ്റ് അഡ്രസ്സിംഗിൽ ടാർഗറ്റ് അഡ്രസ് ആയിട്ട് നമുക്ക് വരിക. അതുപോലെ തന്നെ ഫോർമാറ്റ് 4ൽ അഡ്രസ് വാല്യൂ 20 ബിറ്റ് ഉള്ള ഒരു അഡ്രസ് വാല്യൂ ഉണ്ടായിരുന്നു. 12 ബിറ്റ്സ് ഉള്ള ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് ഫോർമാറ്റ് 3യും 20 ബിറ്റ്സ് ഉള്ള ഒരു 12 ബിറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് ഫോർമാറ്റ് 3യിലും 20 ബിറ്റ് ഉള്ള ഒരു അഡ്രസ് ഫീൽഡ് ഫോർമാറ്റ് 4ലും ആണുള്ളത്. അപ്പൊ ടാർഗറ്റ് അഡ്രസ് എന്ന് പറയുന്നത് ഈ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂവിൽ എന്താണോ അത് തന്നെ ആയിരിക്കും ടാർഗറ്റ് അഡ്രസ് ഇൻ കേസ് ഓഫ് ഫോർമാറ്റ് 3. ഫോർമാറ്റ് 4ലാവുമ്പോൾ അഡ്രസ് വാല്യൂവിൽ എന്താണോ ടാർഗറ്റ് അഡ്രസ് അത് തന്നെ ആയിരിക്കും എന്താ പറയാ ടാർഗറ്റ് അഡ്രസ്. ഓക്കെ, ഇത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ്, പേര് പോലെ തന്നെയാണ്, ഡയറക്റ്റ് ആണ്. വേറെ ഒന്നും നമുക്ക് ആഡ് ചെയ്യേ അല്ലെങ്കിൽ 2-3 രജിസ്റ്റേഴ്സിലെ കൂട്ടി ആഡ് ചെയ്യേ ഒന്നും വേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് അഡ്രസ്സിംഗ് ഈസ് ഡയറക്റ്റ് തന്നെയാണ്. ഓക്കെ, അഡ്രസ് വാല്യൂവിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് ടാർഗറ്റ് അഡ്രസ്, ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് ടാർഗറ്റ് അഡ്രസ്. ഓക്കെ, രണ്ട് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത്. അടുത്തത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് വരുന്നത് നമുക്ക് ഫോർമാറ്റ് 3യിലാണ് വരുന്നത് കേട്ടോ. ഫോർമാറ്റ് 3യിലാണ്. അവിടെ നമുക്ക് കൊടുക്കുന്നത് ഐ വാല്യൂ 1 ഇമ്മീഡിയറ്റ് ആയതുകൊണ്ട് തന്നെ ഐ വാല്യൂ 1ഉം N വാല്യൂ 0. ഓക്കെ, N വാല്യൂ 0 കൊടുക്കണം. ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും ഒപ്രാൻഡിന്റെ വാല്യൂ ആയിട്ട് എടുക്കുക. ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡിൽ എന്താണോ ഉള്ളത് അതാണ് ഒപ്രാൻഡിന്റെ വാല്യൂ. അപ്പൊ ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി അഡ്രസ്സിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് അഡ്രസ് ഒന്നും ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യില്ല ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗിൽ. ഓക്കെ, നമ്മൾ ഈ കോൺസ്റ്റൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണതാണ്. ഈ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡിൽ ഇപ്പൊ നമ്മളിപ്പം ഇവിടെ 9 ആണ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും അതിന്റെ ഒപ്രാൻഡ് വാല്യൂ. ഇതാണ് ഒപ്രാൻഡ് അല്ലെ, ഇത് ഒപ്രാൻഡ്, ഇത് ഓപ്കോഡ്. LDA #9 ഹാഷ് കാണിക്കുന്നത് ഇത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹാഷ് ഇടുന്നത് കേട്ടോ. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിലാകുമ്പോൾ ഒരു ഹാഷ് ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ഇത്ര നേരം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള പോലുള്ള ടാർഗറ്റ് അഡ്രസ്സോ മെമ്മറി അഡ്രസ്സോ ഒന്നും ആവശ്യമില്ല. കാരണം മെമ്മറി ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ നമുക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗിൽ. അവിടെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഐ ഫോർ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ്. ഓക്കെ, അപ്പൊ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഐ വാല്യൂ 1 കൊടുക്കും, N വാല്യൂ 0യും കൊടുക്കും. ഓക്കെ, എന്നിന്റെ വാല്യൂ 0യും കൊടുക്കും. ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡിലായിരിക്കും നമ്മൾ ഇതിന്റെ ഓപ്പറാൻഡ് വാല്യൂ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഓപ്കോഡ്, അപ്പം ഇത് എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് 3ന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, ഓപ്കോഡും ദെൻ 6 NIX BPE എന്ന് പറയുന്ന 6 ഫ്ലാഗ് ബിറ്റ്സും ഒരു ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡും ആണല്ലോ ഉണ്ടാവുക. അപ്പൊ അതിൽ ഓപ്കോഡ് എന്ന് പറയുന്നത് ഇതിൽ ഈ LDA ആണ് കേട്ടോ. LDA ആണ് നമ്മുടെ ഓപ്കോഡ് വരിക, 6 ബിറ്റിന്റെ ഓപ്കോഡ്. NIX BPEയിൽ നമ്മൾ വേറെ ഒന്നും ഇതിൽ നോക്കണ്ട. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് വിൽ ബി 1, N വാല്യൂ വിൽ ബി 0, ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി ദി ഓപ്പറന്റ് വാല്യൂ. ഓക്കെ, പിന്നെ ഈ വാല്യൂ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് 3 ആയതുകൊണ്ട് തന്നെ 0 ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഓരോന്നിന്റെയും ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇനി ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ്. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗിൽ ഇമ്മീഡിയറ്റിന്റെ നേരെ തിരിച്ചാണ്. ഐ വാല്യൂ 0യും N വാല്യൂ 1ഉം ആയിരിക്കും. ഓക്കെ, ഇമ്മീഡിയറ്റും ഇൻഡയറക്റ്റും ഇങ്ങനെ ഓർക്കുക, ഐനെ ബേസ് ചെയ്തിട്ടാണ്. ഐന്റെ വാല്യൂ 1 ആണെങ്കിൽ അത് ഇമ്മീഡിയറ്റും ഐന്റെ വാല്യൂ 0 ആണെങ്കിൽ അത് എന്താണ് ഇൻഡയറക്റ്റും. ഓക്കെ,
നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് കൊടുക്കുന്ന ലൊക്കേഷനിൽ നിന്നൊരു വേർഡ് ഫെച്ച് ചെയ്യും. ആ വേർഡിനകത്ത് എന്ത് വാല്യൂ ആണോ ഉള്ളത് അതിനെ ഒപ്പറാൻഡ് വാല്യൂ ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് വളഞ്ഞു മൂക്ക് പിടിക്കുന്നത് പോലെ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡിൽ നിന്ന് നമ്മൾ എന്താണോ ഫെച്ച് ചെയ്യുന്നത് ആ ലൊക്കേഷനിൽ ഒരു വേർഡും ആ വേർഡിന്റെ ഉള്ളിൽ എന്ത് വാല്യൂ ആണോ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത് അത് ഒപ്പറാൻഡ് വാല്യൂ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇൻഡയറക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ഹാഷ് യൂസ് ചെയ്തതുപോലെ ഇൻഡയറക്റ്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ അറ്റ് സിമ്പിൾ ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അറ്റ് സിമ്പിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇപ്പൊ ഇവിടെ ജെ അറ്റ് RET ആയിട്ട് ഇവിടെ റിട്ടേൺ അഡ്രസ്സിന്റെ ഷോർട്ട് ഫോം ആണ് RETADR. അപ്പോൾ അറ്റ് റിട്ടേൺ അഡ്രസ്, അപ്പോൾ ആദ്യം റിട്ടേൺ അഡ്രസ്സിലേക്ക് പോയിട്ട് റിട്ടേൺ അഡ്രസ്സിൽ എന്താണോ ഉള്ളത് ആ വേർഡ് ആയിരിക്കും നമ്മൾ ഒപ്പറാൻഡ് വാല്യൂവിൽ ഒപ്പറാൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കില്ല. ഓക്കെ, ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു വേർഡ് കൊടുത്തിട്ട് ആ വേർഡിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂവിനെ ഒപ്പറാൻഡ് വാല്യൂ ആയിട്ട് യൂസ് ചെയ്യും. അതാണ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗിൽ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ ഇതിൽ ഈ അഡ്രസ്സിംഗ് മോഡ്സ് എല്ലാം തന്നെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? നമ്മുടെ ഫ്ലാഗ് ബിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഫ്ലാഗ് ബിറ്റ്സ് ഇപ്പം NIX BPE എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് ബേസ് റിലേറ്റീവ് ആണെങ്കിൽ B വാല്യൂ 1ഉം P വാല്യൂ 0 ആയിരിക്കും. പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് ആണെങ്കിൽ B വാല്യൂ 0ഉം P വാല്യൂ 1ഉം ആയിരിക്കും. ബേസ് റിലേറ്റീവ് വിത്ത് ഇൻഡെക്സിംഗ് ആണെങ്കിൽ അവിടെ B വാല്യൂ 1ഉം P വാല്യൂ 0ഉം X വാല്യൂ 1 ആയിരിക്കും. അതുപോലെ ടാർഗറ്റ് അഡ്രസ്സും അതിനനുസരിച്ച് നമ്മളത് ഓർത്ത് എഴുതുക. ദെൻ അതുപോലെ അടുത്തത് എന്താ, പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് അഡ്രസ്സിംഗ് അല്ലേ, അവിടെ വിത്ത് ഇൻഡെക്സിംഗ് ആണ് അവിടെയും വരുന്നത്. അപ്പോൾ അവിടെ B വാല്യൂ 0ഉം P വാല്യൂ 1ഉം X വാല്യൂ 1ഉം ആയിരിക്കും. ദെൻ നമുക്ക് വരുന്നത് ഇമ്മീഡിയറ്റും ഇൻഡയറക്റ്റ്, അതുപോലെ തന്നെ വേറെ ഏതാ, ഇമ്മീഡിയറ്റും ഇൻഡയറക്റ്റും വരുന്നുണ്ട്. അപ്പൊ ഇമ്മീഡിയറ്റ് ആണെങ്കിൽ I വാല്യൂ 1ഉം അതുപോലെ തന്നെ N വാല്യൂ 0ഉം ആയിരിക്കും. ഇൻഡയറക്റ്റ് ആണെങ്കിൽ I വാല്യൂ 0ഉം N വാല്യൂ 1ഉം ആയിരിക്കും. പിന്നെയുള്ളതാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ്. ഡയറക്റ്റ് അഡ്രസ്സിംഗിൽ എല്ലാ വാല്യൂവും 0 ആയിരിക്കും. അതുപോലെ തന്നെ അതിൽ നമുക്ക് വേണമെങ്കിൽ ഇത് എന്താ, ഡയറക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ മെമ്മറി അഡ്രസ്സിങ്ങും അതുപോലെ തന്നെ എന്താ ഇതും എന്താ മെമ്മറി അഡ്രസ്സിങ്ങും ടാർഗറ്റ് അഡ്രസ്സിംഗ് ഒന്നും ആവശ്യം വരില്ല. ഓക്കെ, അടുത്തത് ഇൻസ്ട്രക്ഷൻ സെറ്റ്. ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് വേർഷനിൽ ഉണ്ടായിരുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും ഈ SIC XCയുടെ അകത്തും ഉണ്ടായിരിക്കും. ഓക്കെ, അതിന്റെ കൂടെ നമുക്ക് കുറച്ച് ലോഡ് ആൻഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻസ്, പുതിയ രജിസ്റ്റേഴ്സിലേക്കുള്ള ലോഡ് ആൻഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻസ് ആയിട്ടുള്ള LDB STB അങ്ങനെയുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ഫ്ലോട്ട്, ഓക്കെ F ആണ്, F ഫോർ ഫ്ലോട്ടിംഗ്, ആഡ് ഫ്ലോട്ട്, ആഡ് F, sub F, mul F, div F. ഓക്കെ, അപ്പൊ ഫ്ലോട്ടിംഗ് പോയിന്റ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ രജിസ്റ്റർ മൂവ് ഇൻസ്ട്രക്ഷൻ, ഓക്കെ രജിസ്റ്റർ മൂവ് ഇൻസ്ട്രക്ഷൻ RMO, ഓക്കെ RMO R1 R2. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഫോർമാറ്റ് സിന്റാക്സ് വരുന്നത്. രജിസ്റ്റർ മൂവ് ഇൻസ്ട്രക്ഷൻ, ഓക്കെ രജിസ്റ്റർ ടു രജിസ്റ്റർ മൂവിംഗ് ഇൻസ്ട്രക്ഷൻ ആണ് RMO R1, R2. Then register to register arithmetic operations ഉണ്ട്. നമ്മളിവിടെ ഫ്ലോട്ടിംഗ് പോയിന്റ് അരിത്തമെറ്റിക് പറഞ്ഞതുപോലെ തന്നെ രജിസ്റ്റർ ടു രജിസ്റ്റർ arithmetic operations ഉണ്ട്. add R, sub R, mul R, div R. ഓക്കെ, പിന്നെ അതിന്റെ കൂടെ ഉള്ളത് സൂപ്പർവൈസർ കോൾ ഇൻസ്ട്രക്ഷൻ ആണ്. അതിന്റെ ഷോർട്ട് ആണ് SVC, സൂപ്പർവൈസർ കോൾ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് OSുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് എന്തെങ്കിലും ഇൻട്രപ്റ്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂപ്പർവൈസർ കോൾ ഇൻസ്ട്രക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പം ഇൻസ്ട്രക്ഷൻ സെറ്റിനകത്ത് സ്റ്റാൻഡേർഡ് വേർഷനിലുള്ള എല്ലാം ഉണ്ടായിരിക്കും. ഒപ്പം LDB STB എന്നുള്ള ലോഡ് ആൻഡ് സ്റ്റോർ രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും, ഫ്ലോട്ടിംഗ് പോയിന്റ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും, രജിസ്റ്റർ മൂവ് ഇൻസ്ട്രക്ഷൻ ആയിട്ടുള്ള RMO ഉണ്ട്, അതുപോലെ രജിസ്റ്റർ ടു രജിസ്റ്റർ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആഡ് ആർ, സബ് ആർ, മൾ ആർ, ഡിവ് ആർ. ഓക്കെ, ഇത്രയും ഉണ്ടായിരിക്കും. ദെൻ ഒരു സൂപ്പർവൈസർ കോൾ ഇൻസ്ട്രക്ഷൻ SPC, അത് ഇൻട്രപ്റ്റ് ആണ് കേട്ടോ. OSുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഇൻട്രപ്റ്റ്സ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് SVC സൂപ്പർവൈസർ കോൾ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ,
അടുത്തത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിൽ SIC-യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. അതിൻ്റെ കൂടെ ഇതിനകത്ത് വരുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് SIO, TIO, HIO ആണ്. ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട്. SIO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ്. TIO എന്ന് പറയുമ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ HIO എന്ന് പറയുന്നത് ഹോൾട്ട്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ SIC-യിൽ പഠിച്ചതുപോലെ തന്നെയാണ് ഇതിൽ വരുന്നത് SIO, TIO and HIO to start, test and halt. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് കേട്ടോ, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വരെ. നമ്മളപ്പം SIC-യിലും പറഞ്ഞു, SIC-XC-യിലും പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. SIC-യിൽ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്, SIC-XC-യിൽ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എന്നിട്ട് എക്സാമിന് എഴുതുമ്പോൾ ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, എക്സാമ്പിൾസ് ഒക്കെ വെച്ച് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി കുറച്ച് എക്സാമ്പിൾ പ്രോഗ്രാംസ് നോക്കാം. അടുത്തത് കുറച്ച് എക്സാമ്പിൾ പ്രോഗ്രാംസ് ആണ് SIC-XC-യിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് സിമ്പിൾ ഡാറ്റ ആൻഡ് ക്യാരക്ടർ മൂവ്മെന്റ് ഓപ്പറേഷൻ ആണ്. അപ്പം നമുക്ക് LDA-5 എന്നാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ SIC-യിൽ FIVE അല്ലെങ്കിൽ 0 ആണെങ്കിൽ ZDRO എന്ന് നമ്മൾ അവിടെ വേർഡ്സിൽ എഴുതി കൊടുത്തതിന് പകരം ഇവിടെ SIC-XC-യിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാല്യൂ കൊടുക്കാൻ പറ്റും ബൈ യൂസിങ് എ ഹാഷ്. ഓക്കെ, ഹാഷ് ഇട്ടിട്ട് നമുക്ക് ആ 5 കൊടുത്തു കഴിഞ്ഞാൽ അത് അതിന്റെ കോൺസ്റ്റന്റ് വാല്യൂ ഡയറക്റ്റ് ആയിട്ട് അക്യുമുലേറ്റർ രജിസ്റ്ററിലേക്ക് പോകും. ഓക്കെ, അപ്പം ലോഡ് വാല്യൂ 5 ഇൻറ്റു രജിസ്റ്റർ A. ഇവിടെ മെമ്മറി, വേറൊരു മെമ്മറിയുടെ ഒരു ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് അക്യുമുലേറ്റർ രജിസ്റ്ററിലേക്ക് 5 എന്ന് പറയുന്ന വാല്യൂവിന് ലോഡ് ചെയ്യും. ഓക്കെ, അടുത്തത് STA. ഈ ഒരു അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ള ഈ 5 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂവിനെ ആൽഫ എന്ന് പറയുന്ന ഈ ഒരു വാല്യൂവിലേക്ക് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അതാണ് STA ആൽഫ. അപ്പം ഇത്രയേ ഉള്ളൂ. കോൺസ്റ്റന്റ് കൊടുക്കാനായിട്ട് നമ്മൾ ഹാഷ് ഇട്ടാൽ മതി. ഓക്കെ, ഇനി ഇങ്ങനെയാണ് നമ്മൾ ഡാറ്റ മൂവ്മെന്റ് ചെയ്യുന്നത്. ഇനി ക്യാരക്ടർ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ LDCH ആണ്, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. LDCH-90. LDCH-90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ Z എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഓക്കെ, നമ്മൾ നേരത്തെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, Z എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ നമ്മൾക്ക് എവിടേക്കാ ഒരു രജിസ്റ്ററിലേക്ക് നമ്മൾ ലോഡ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അപ്പം ഈ ഒരു Z എന്ന് പറയുന്ന ക്യാരക്ടർ കൊടുക്കുന്നതിന് പകരം ഇവിടെ #90 കൊടുത്തിട്ടുണ്ട്. കാരണം ASCII വാല്യൂ ആണ്. ഓക്കെ, Z-ന്റെ ASCII വാല്യൂടെ ഡെസിമൽ വാല്യൂ. ഓക്കെ, ഡെസിമൽ വാല്യൂ ഓഫ് ASCII കോഡ് ഫോർ Z. അപ്പം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു Z-ന്റെ ASCII കോഡാണ് അവിടെ രജിസ്റ്റർ എയിലേക്ക് ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം അതിനെ നമ്മൾ STCH-C1 ആ ഒരു ക്യാരക്ടർ വേരിയബിളിനെ നമുക്ക് ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, C1 എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലേക്ക് നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്തിട്ടുള്ള Z എന്ന് പറയുന്ന ക്യാരക്ടർ മൂവ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ അതിൽ ചെയ്തതുപോലെ തന്നെയാണ് വേരിയബിൾസ് എല്ലാം തന്നെ നമ്മൾ റിസർവ് ചെയ്യണം. ഓക്കെ, കോൺസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് ഇപ്പൊ ഇതിൽ ഹാഷ് ഇട്ട് കൊടുത്തത് കൊണ്ട് നമ്മൾ അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതാ ഞാൻ പറഞ്ഞത്, ഡയറക്റ്റ് ആയിട്ട് രജിസ്റ്ററിലേക്ക് കയറുകയാണ്. അതുകൊണ്ട് അവിടെ നമുക്ക് ഒന്നും ചെയ്യേണ്ട, ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് യൂസ് ചെയ്യുന്നത് കൊണ്ട്. മറ്റതിലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ 5-ഉം 0-യും ഒക്കെ നമ്മൾ മുൻപേ ഒരു സ്പേസ് കാണണമായിരുന്നു. ഓക്കെ, ഇവിടെ അത് സ്പേസ് മെമ്മറി യൂസ് ചെയ്യുന്നില്ല. സോ ഡയറക്റ്റ് ആയിട്ട് അക്യുമുലേറ്ററിൽ പോകുന്നത് കൊണ്ട് ഇവിടെ അത് യൂസ് ചെയ്യേണ്ട, ഹാഷ് യൂസ് ചെയ്യുന്നിടത്ത്. ഓക്കെ, ദെൻ വേരിയബിൾസ് നമ്മൾ റിസർവ് ചെയ്യണം, ആൽഫ ആൻഡ് C1. ഓക്കെ, അപ്പോൾ അത് ഒന്ന് റിസർവ് വേർഡും, ഓക്കെ 1 വേർഡ് വേരിയബിൾ ആണ്, ഒന്ന് 1 ബൈറ്റ് വേരിയബിൾ ആണ്. സോ ആൽഫ റിസർവ് വേർഡ്, റിസർവ് ബൈറ്റ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അടുത്തത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണ്. അപ്പം ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് SIC-XC-യിൽ നേരത്തെ SIC-യിൽ പറഞ്ഞ പോലെ തന്നെ ആൽഫ പ്ലസ് INCR അല്ലെ, INCR -1 ഇത് സ്റ്റോർ ചെയ്യേണ്ടത് ബീറ്റ. ഓക്കെ, ബീറ്റയിലേക്ക് ഇതിനെ സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ INCR എന്ന് പറയുന്ന ഒരു വാല്യൂ ലോഡ് ചെയ്യണം. ഓക്കെ, ലോഡ് വാല്യൂ ഓഫ് INCR ഇൻറ്റു
രജിസ്റ്റർ എസ്. അപ്പോൾ എസിലേക്കാണ് ആദ്യം INCR സ്റ്റോർ ചെയ്യുന്നത്. ദെൻ അതിനുശേഷം എന്താ പറയുക, ആൽഫ, നമുക്ക് ആൽഫ വേണം. സോ ലോഡ് ആൽഫ ഇൻ അക്യുമുലേറ്റർ രജിസ്റ്റർ. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. ഇവിടെ രജിസ്റ്റർ ടു രജിസ്റ്റർ ആണ്, കാരണം എസിലാണ് INCR സ്റ്റോർ ചെയ്തിരിക്കുന്നത്, എയിലാണ് ആൽഫ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ അവിടെ രജിസ്റ്റർ ടു രജിസ്റ്റർ ഓപ്പറേഷൻ ആണ് വരുന്നത്. ഓക്കെ, അക്യുമുലേറ്ററും എസും, അക്യുമുലേറ്റർ എ രജിസ്റ്ററും എസ് രജിസ്റ്ററും കൂടി തമ്മിലുള്ള അഡീഷൻ ആയതുകൊണ്ട് തന്നെ ആഡ് ആർ. ഓക്കെ, ആഡ് ദ വാല്യൂ ഓഫ് INCR ടു എന്ത് ആൽഫ. ഓക്കെ, അപ്പോൾ ആഡ് ആർ എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ ന്യൂമോണിക് കോഡാണ് വരിക. എസ് കോമ എ അല്ലേ, രജിസ്റ്റർ ടു രജിസ്റ്റർ ആകുമ്പോൾ നമ്മൾ രജിസ്റ്റർ ശ്രദ്ധിക്കുക എന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം, എസ് രജിസ്റ്ററും എ രജിസ്റ്ററും. ഇനി അതിൽ നിന്ന് നമുക്ക് ഈ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ OND1 കൊടുക്കുന്നതിന് പകരം #1 നമുക്ക് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അതിനെ നമുക്ക് ഏതിലേക്ക് സ്റ്റോർ ചെയ്യണം? സ്റ്റോർ ഇൻടു ബീറ്റ അല്ലെ, സ്റ്റോർ ഇൻ ബീറ്റ. അപ്പോൾ ബീറ്റ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് അത് സ്റ്റോർ ചെയ്യും. ഓക്കെ, അടുത്തത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. അപ്പം ഇതിൽ നമ്മൾ നേരത്തെ അതിൽ ചെയ്ത പോലെ തന്നെയാണ്. ബീറ്റ എന്ന് പറയുന്നൊരു വാല്യൂയിലേക്ക് ആൽഫ പ്ലസ് INCR -1 ചെയ്തിട്ട് വെക്കുക. അതുപോലെ ഡെൽറ്റ എന്ന് പറയുന്ന ഒരു വാല്യൂയിലേക്ക് ഗാമ പ്ലസ് INCR -1 ചെയ്തിട്ട് ആക്കി വെക്കുക. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ INCR രണ്ടെണ്ണത്തിൽ കോമൺ ഉണ്ട്. അപ്പോൾ INCR നമുക്കൊരു രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യണം. ഓക്കെ, LDS INCR. ഓക്കെ, അതിനുശേഷം നമ്മുടെ അക്യുമുലേറ്റർ രജിസ്റ്ററിലേക്ക് ആൽഫനെ ലോഡ് ചെയ്യണം. ഓക്കെ, അക്യുമുലേറ്റർ രജിസ്റ്ററിലേക്ക് ആൽഫനെ ലോഡ് ചെയ്തു. ഇപ്പോൾ രണ്ട് രജിസ്റ്ററിൽ, ഒരു എസ് രജിസ്റ്ററിനകത്ത് ജനറൽ പർപ്പസ് ആണ്, എസ് രജിസ്റ്ററിനകത്ത് INCRും എ രജിസ്റ്ററിനകത്ത് ആൽഫയും ഉണ്ട്. ഇനി നമുക്കിവിടെ രജിസ്റ്റർ ടു രജിസ്റ്റർ അഡീഷൻ ആണ് അല്ലേ, അതായത് എസും എയും. അപ്പം ആൽഫ പ്ലസ് INCR ആണ്. ഈ ആൽഫയുടെ അകത്താണ് എന്തിരിക്കുന്നത്? ഓക്കെ, സോറി, ആൽഫ അക്യുമുലേറ്റർ രജിസ്റ്ററും INCR എസ് രജിസ്റ്ററിലുമാണ്. അപ്പോൾ അത് രണ്ട് എയും എസും കൂടിയിട്ടാണ് അവിടെ അഡീഷൻ നടക്കുന്നത്. സോ നമ്മൾ അവിടെ ആഡ് ആർ എന്ന് കൊടുക്കണം. ഓക്കെ, ആഡ് ആർ മീൻസ് രജിസ്റ്റർ ടു രജിസ്റ്റർ അഡീഷൻ ആണ്. അപ്പോൾ അതിൽ വരുന്നത് ഏതൊക്കെയാണ്? എസ് രജിസ്റ്ററും എ രജിസ്റ്ററും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു 1നെ സബ്ട്രാക്ട് ചെയ്യണം. സബ് #1 മതി, കാരണം ONE1 വേണ്ട, നമ്മളിവിടെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പം ഇത് മനസ്സിലായില്ലേ? ആൽഫ പ്ലസ് INCR -1. ഇനി അതുപോലെ തന്നെ നമുക്ക് ഡെൽറ്റയിലേക്ക് ഗാമ പ്ലസ് INCR -1. അപ്പോൾ ഗാമനെ നമുക്ക് ലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് അക്യുമുലേറ്റർ രജിസ്റ്ററിനകത്ത് LDA ഗാമ എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പം റീഡ് ചെയ്യുന്ന ഗാമനെ അക്യുമുലേറ്റർ രജിസ്റ്ററിലേക്ക് കൊടുത്തു. ദെൻ ഈ ഒരു LDS INCR മാറുന്നില്ല, അപ്പോൾ എസിൻ്റെ ഉള്ളിൽ INCR തന്നെ ആയിരിക്കും. ദെൻ രജിസ്റ്റർ ടു രജിസ്റ്റർ അഡീഷൻ ആഡ് ആർ എസ് കോമ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എസ് രജിസ്റ്ററിനകത്തുള്ളത് INCRും എ രജിസ്റ്ററിനകത്ത് ഗാമ ഉണ്ടാവും. അപ്പോൾ ഗാമ പ്ലസ് INCR അഗെയിൻ സബ് #1 കൊടുത്തു കഴിഞ്ഞാൽ -1 വരും. ഇനി ഈ ഒരു വാല്യൂവിനെ STA ഓക്കെ ടു ഡെൽറ്റയിലേക്ക് സ്റ്റോർ ചെയ്യുക. അപ്പം ഇതിൽ വരുന്ന വേരിയബിൾസ് ഇത്രയുമാണ്, എല്ലാ റിസർവ് വേർഡാണ്. ഓക്കെ, അടുത്തത് ലൂപ്പിംഗ് ആൻഡ് ഇൻഡെക്സിംഗ് ആണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് കോപ്പി 11 ബൈറ്റ് ക്യാരക്ടർ സ്ട്രിംഗ് ഇൻടു അനദർ. ഒരു 11 ബൈറ്റ് ക്യാരക്ടർ സ്ട്രിങ്ങിനെ ഒരെണ്ണത്തിൽ നിന്ന് വേറൊരെണ്ണത്തിലേക്ക് കോപ്പി ചെയ്യുക. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ അതിൽ ചെയ്തതുപോലെ തന്നെ വ്യത്യാസം വരുന്നത് ഈ വാല്യൂസ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ #ആയിട്ട് കൊടുക്കണം. അപ്പം LDT11ഉം LDX 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. LDX എന്ന് പറയുന്ന ടി രജിസ്റ്ററിലേക്ക് 11നെ ആദ്യം മാറ്റുക. അതിനുശേഷം നമുക്ക് ലൂപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡെക്സ് രജിസ്റ്ററിൻ്റെ ആവശ്യമുണ്ടല്ലേ, ഓരോ ഇൻക്രിമെൻറ്റും നമുക്ക് ഇൻഡെക്സ് രജിസ്റ്ററിലാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇവിടെ നമുക്കൊരു ഇൻഡെക്സ് രജിസ്റ്റർ നമ്മൾ ആദ്യം 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്നാണ് ലോഡിങ് എ ക്യാരക്ടർ ഫ്രം സ്ട്രിംഗ് 1 ഇൻടു രജിസ്റ്റർ എ. അപ്പോൾ സ്ട്രിംഗ് 1ലാണ് നമ്മുടെ 11 ബൈറ്റ് ക്യാരക്ടർ സ്ട്രിംഗ് ഉള്ളത്. അപ്പോൾ അതിലത്തെ ആദ്യത്തെ ക്യാരക്ടറിനെ എന്താ പറയുക, ലോഡ് ചെയ്യണം. ഓക്കെ, ലോഡ് ഫസ്റ്റ് ക്യാരക്ടർ ഫ്രം STR1 ഇൻടു രജിസ്റ്റർ എയിലേക്ക് മൂവ് ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒപ്പം നമ്മൾ ഇൻഡെക്സ് രജിസ്റ്റർ നമ്മളിവിടെ കൊടുക്കുന്നു. ഓരോ ഇതിലും നമ്മൾ ഇറ്ററേഷനിൽ നമുക്ക് ഇൻക്രിമെൻ്റ് കൊടുക്കണം. ഓക്കെ, ഇനി ആ എയിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ള ആദ്യത്തെ ക്യാരക്ടറിനെ നമ്മൾ സ്ട്രിംഗ് 2ലേക്ക് മാറ്റണം. ഓക്കെ, സ്റ്റോർ
that character that loaded into accumulator register അതിനെ നമ്മൾ string 2ലേക്ക് മാറ്റണം. ഓക്കെ, string 2, x. ഓക്കെ, അപ്പം അവിടെ നമ്മൾ ഇൻഡെക്സ് രജിസ്റ്റർ നമ്മൾ സ്പെസിഫൈ ചെയ്യണം, കാരണം നമ്മുടെ 0th iteration ആണ് കേട്ടോ. x അപ്പോൾ 0 ആണ്, 0th iteration ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു ലേബൽ കൊടുത്തിട്ടുണ്ട് മൂവ് ch. നമ്മൾ ക്യാരക്ടറിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആദ്യത്തെ സ്ട്രിങ്ങിൽ നിന്ന് രണ്ടാമത്തെ സ്ട്രിങ്ങിലേക്ക് ആദ്യത്തെ ക്യാരക്ടർ മാറ്റുന്നത്. അതിനുശേഷം tix r ഇവിടെ രജിസ്റ്റർ ടു രജിസ്റ്റർ ഓപ്പറേഷൻ ആണ് വരുന്നത്. ഒന്ന് എന്താ നോക്കുന്നത്, ഒന്ന് എന്താ പറയാ, ഈ ഇൻഡെക്സ് രജിസ്റ്റർ ഇൻക്രിമെന്റ് ആവും. അപ്പോൾ അടുത്തതിൽ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് x വാല്യൂ എടുത്തത് ഇൻക്രിമെന്റ് ആയിട്ട് 1 കൂടും, x = 1 ആവും. ഓക്കെ, അതിനുശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, കമ്പയർ ചെയ്യുന്ന റിസൾട്ട് ആദ്യത്തെ വാല്യൂനെ മാറ്റും. ആദ്യത്തെ വാല്യൂനെ മാറ്റിയിട്ട് ആ വാല്യൂലുള്ളത് 11നെക്കാളും ചെറുതാണോ അല്ലയോ എന്നുള്ളത് കമ്പയർ ചെയ്യും. ഓക്കെ, 11 ആയിട്ട് കമ്പയർ ചെയ്യും. അപ്പം 11 ആണ് നമുക്ക് 11 ബൈറ്റ് ക്യാരക്ടർ സ്ട്രിംഗ് ആണ് നമ്മൾ മാറ്റുന്നത്. അതിൽ ആദ്യത്തെ ഒരെണ്ണം മാത്രമാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ അത് ലെസ് ദാൻ ആണെന്ന് വരും. ഓക്കെ, ലെസ് ദാൻ ആണെങ്കിൽ ലെസ് ദാൻ ആണെങ്കിൽ വീണ്ടും മൂവ് ch. അപ്പോൾ നമുക്ക് ഇവിടെ ലെസ് ദാൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ വീണ്ടും മൂവ് ch-ലേക്ക് വരും. മൂവ് ch-ലേക്ക് വന്നാൽ പിന്നെ എന്താ സംഭവിക്കുക, LDCH-ൽ സ്ട്രിംഗ് 1-ൽ രണ്ടാമത്തെ ക്യാരക്ടർ അക്യുമുലേറ്റർ രജിസ്റ്ററിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്യാരക്ടർ സ്ട്രിംഗ് 2-ലേക്ക് സ്റ്റോർ ചെയ്യും. ആ സമയത്ത് അതിനുശേഷം tix r-ൽ വീണ്ടും അവിടെ ഇൻക്രിമെന്റും അതുപോലെ തന്നെ കമ്പാരിസണും നടക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൂപ്പ് നമ്മൾ ഈ ഒരു വാല്യൂ 11ലേക്ക് എത്തുന്നത് വരെ ഈ സെയിം പ്രൊസീജിയർ തന്നെയായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രിംഗ് 1-ഉം സ്ട്രിംഗ് 2-യും ആണ് ആവശ്യമായിട്ട് ഉള്ളത്. അപ്പോൾ അത് നമ്മൾ സ്റ്റോർ ചെയ്യുക. ഓക്കെ, റിസർവ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു പ്രോഗ്രാം നോക്കാം. ഓക്കെ, alpha and beta are two arrays of 100 numbers each. Add the corresponding elements of the arrays and store the result in gamma. Okay, അപ്പോൾ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് രണ്ട് അറേസ് ആണ് കേട്ടോ. അപ്പോൾ രണ്ട് അറേസിനകത്തും 100 എലമെന്റ്സ് ആണുള്ളത്. അതിൽ രണ്ടിലെയും കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ഏതിലാണ്, ഗാമ എന്ന് പറയുന്ന ഒരു തേർഡ് അറേയിലാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ 3 അറേസ് ഉണ്ട്. ഓക്കെ, ടോട്ടൽ 3 അറേസ് ഉണ്ട്, 1 2 3. ഇനി 3 എണ്ണത്തിലും കൂടിയിട്ട് നമുക്ക് 300 എലമെന്റ്സും ഉണ്ടായിരിക്കും അല്ലേ. ഇതിൽ 100, ഇവിടെ 100, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സമ്മും 100. അപ്പോൾ ടോട്ടൽ 300 എലമെന്റ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഒരു രജിസ്റ്റർ, 2 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് വേണം. നമുക്ക് എത്ര അറേസ് ഉണ്ട്, ടോട്ടൽ 3 അറേസ്. ആ 3 അറേസിനെ നമ്മളൊരു രജിസ്റ്ററിലേക്ക് ആക്കുകയാണ്. അപ്പോൾ ഓക്കെ, ആ രജിസ്റ്റർ ഒരു എസ് എന്ന് പറയുന്ന ഒരു ജനറൽ പർപ്പസ് രജിസ്റ്റർ, എസിലേക്ക് നമ്മൾ 3 ലോഡ് ഇനീഷ്യലൈസ് ചെയ്യാണ് കേട്ടോ. അപ്പം 3 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സോ നമ്മളിവിടെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് യൂസ് ചെയ്തിട്ടുണ്ട്. നൗ രണ്ടാമത്തെ ഒരു ജനറൽ പർപ്പസ് രജിസ്റ്റർ ആണ് ടി എന്ന് പറയുന്നത്. അപ്പോൾ ടിയിലേക്ക് നമുക്ക് ടോട്ടൽ എത്ര എലമെന്റ്സ് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കൊടുത്തു. ഓക്കെ, 300 ആണ് കേട്ടോ. ഓക്കെ, സോ അതും ഇനീഷ്യലൈസ് ചെയ്തു, അതും യൂസ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്. ഇനി നമുക്ക് ഓരോ ഐട്രേഷൻ വേണം അല്ലേ, നമുക്ക് അഡീഷൻ ആണ്, കറസ്പോണ്ടിങ് എലമെന്റ്സ് വരണം. നമ്മൾ കുറേ എല്ലാം ഒരുമിച്ച് അറേയിലെ ആദ്യത്തെ എലമെന്റ് പ്ലസ് രണ്ടാമത്തെ എലമെന്റ് അങ്ങനെയല്ല ചെയ്യുന്നത്. സോ അവിടെ നമ്മളൊരു ഐട്രേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ലൂപ്പാണ് കേട്ടോ, ഇൻഡെക്സിങ് ആൻഡ് ലൂപ്പിംഗ് ആണ്. സോ അവിടെ ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ നമുക്കൊരു ഇൻഡെക്സ് രജിസ്റ്ററും ആവശ്യമാണ്. ഓക്കെ, ഇൻഡെക്സ് രജിസ്റ്റർ ആദ്യം നമ്മൾ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ആദ്യത്തേത്, ഇത് നമ്മുടെ ആൽഫ. ഓക്കെ, നമ്മുടെ ആൽഫ, ഇത് നമ്മുടെ ബീറ്റ. ഓക്കെ, ബീറ്റ. അപ്പോൾ ആദ്യം തന്നെ അക്യുമുലേറ്റർ രജിസ്റ്ററിലേക്ക് ആൽഫയിൽ നിന്ന് ആദ്യത്തെ വാല്യൂ എടുത്തു. ഓക്കെ, ആൽഫയിൽ നിന്ന് ആദ്യത്തെ വേർഡ് നമ്മൾ എടുത്തിട്ട് അക്യുമുലേറ്റർ രജിസ്റ്ററിലേക്ക് ഇട്ടു. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാലോ, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻഡെക്സിങ് യൂസ് ചെയ്യണം. അപ്പോൾ കോമ എക്സ് ഇട്ടിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ, ഇനി ബീറ്റയിൽ നിന്ന് നമ്മൾ ആദ്യത്തെ വേർഡ് എടുത്തിട്ട് എന്തിലേക്ക് സ്റ്റോർ ചെയ്യണം, എന്തിലേക്ക് ചെയ്യണം, ആൽഫയുടെ ആദ്യത്തെ എലമെന്റിലേക്ക് ആഡ് ചെയ്യണം അല്ലേ. ഓക്കെ, സോ ആഡ് ബീറ്റ കോമ എക്സ്. ഓക്കെ, LDA അതായത് അക്യുമുലേറ്റർ രജിസ്റ്ററിലേക്ക് ആൽഫയിൽ നിന്ന് ഒരു വാല്യൂ എടുത്ത് ലോഡ് ചെയ്തു. ദെൻ ബീറ്റയിൽ ഒരു വാല്യൂ എടുത്തിട്ട് എന്താണ് ആഡ് ചെയ്തു. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഈ ഒരു വാല്യൂനെ എവിടെ സ്റ്റോർ ചെയ്യണം, നമ്മളുടെ ഗാമയിലേക്ക് സ്റ്റോർ ചെയ്യണം.
ഓക്കെ, ഗാമയിലേക്ക് സ്റ്റോർ ചെയ്യണം. അത് അക്യുമുലേറ്റർ രജിസ്റ്ററിൽ തന്നെയാണ്. ഓക്കെ, സ്റ്റോർ ദ റിസൾട്ട് ഇൻ അക്യുമുലേറ്റർ രജിസ്റ്റർ ഓക്കെ ഇൻ ഗാമ, അതിന്റെ പേരാണ് ഗാമയിലേക്ക്. അപ്പം ഈ ഇത്രയും പ്രോസസ്സ് നടക്കുന്നത് ഒരൊറ്റ ഇറ്ററേഷനിലാണ് ആണല്ലോ, ഒരു ഇറ്ററേഷനിലാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഐട്രേഷനിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ലേബലാണ് ആഡ് എൽ പി. ഓക്കെ, ആഡ് എൽ പി. അപ്പം നമുക്കത് ഈ ഒരു ഐട്രേഷൻ കഴിയുമ്പം ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഇവിടുത്തെ ഒരു എലമെന്റും യൂസ് ചെയ്തു, ഇവിടുത്തെ ഒരു എലമെന്റും യൂസ് ചെയ്തു, ഇവിടുത്തെ ഒരു എലമെന്റും ആയി അല്ലേ. സോ നമ്മൾ അപ്പം ഇൻഡെക്സ് രജിസ്റ്ററിൽ 1ന്റെ കൂടെ നമ്മൾ ഈ ഒരു 0ന്റെ കൂടെ നമ്മൾ ഈ ഒരു 3 ആഡ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ രജിസ്റ്റർ ടു രജിസ്റ്റർ അഡീഷൻ ആയതുകൊണ്ട് എസും എക്സും തമ്മിലുള്ള അഡീഷൻ ആണ്, എസ് രജിസ്റ്ററും എക്സ് രജിസ്റ്ററും. സോ രജിസ്റ്റർ ടു രജിസ്റ്റർ അഡീഷൻ ആയതുകൊണ്ട് എസ് എക്സ്. ഓക്കെ, ADDR എസ് എക്സ് എന്നിട്ടിട്ടുണ്ട്. അപ്പൊ എന്തായി, അടുത്ത ഇറ്ററേഷൻ 3 ആയി. ഇനി നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് നമ്മളുടെ ഓരോ ഇറ്ററേഷനിലും 3, ഇത് അറേ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. അപ്പം ഓരോ ഇറ്ററേഷനിലും നമുക്ക് കിട്ടുന്ന വാല്യൂ നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള 300 ടോട്ടൽ എലമെന്റ്സ് ടോട്ടലിനേക്കാളും കുറവാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ കമ്പയറും ഇവിടെ നമുക്ക് രജിസ്റ്റേഴ്സ് തമ്മിലാണ്. ഓക്കെ, അപ്പം രജിസ്റ്റേഴ്സ് തമ്മിലായതുകൊണ്ട് നമ്മുടെ ഇൻഡെക്സ് രജിസ്റ്ററിന്റെ വാല്യൂ ഇപ്പൊ എന്തായി മാറി, 0 + 3 = 3 ആയി അല്ലെ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞതോട് കൂടിയിട്ട് ഇൻഡെക്സ് രജിസ്റ്ററിലെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 + 3 3 ആയി. ഇനി ഈ ഇൻഡെക്സ് രജിസ്റ്ററിലെ വാല്യൂയും ഈ ടി രജിസ്റ്ററിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂയും തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, കമ്പയർ ചെയ്തിട്ട് എന്താണ് പുതിയ ഇൻഡെക്സ് 3 എന്ന് പറയുന്നത് 300-നേക്കാൾ ലെസ് ദാൻ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ലെസ് ദാൻ ആണെങ്കിൽ ഓക്കെ, ജംപ് ഇഫ് ലെസ് ദാൻ, എവിടേക്ക് പോകണം, ലെസ് ദാൻ ആണെങ്കിൽ ആഡ് എൽ പിയിലേക്ക് പോകണം. ഓക്കെ, 3 എന്ന് പറയുന്നത് 300-നേക്കാൾ ലെസ് ദാൻ ആണ്. സോ നമ്മൾ ഇവിടേക്ക് പോയി വീണ്ടും ഇത്രയും ഓപ്പറേഷൻസ് ചെയ്യും. അതിനുശേഷം വീണ്ടും 3ന്റെ കൂടെ വീണ്ടും ഒരു 3 കൂടും, അപ്പൊ 6 ആവും. 6 ലെസ് ദാൻ 300 അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യും. നമ്മുടെ ഫോർ ലൂപ്പിൽ നമ്മൾ ചെയ്യുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ ഇൻക്രിമെന്റേഷൻ വരുന്നത് 3 വെച്ചിട്ടാണെന്ന് മാത്രം. നമ്മൾ സാധാരണ 1 ഇൻക്രിമെന്റ് ആണ് ചെയ്യുക. ഇവിടെ നമുക്ക് 3 ഇൻക്രിമെന്റ് ആണ്, കാരണം 3 അറേസ് ഇവിടെ വരുന്നത് കൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഇത്രയും ആണ് ഇതിൽ വരുന്ന ആ ഒരു പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ്സ്. ഇനി അത് കഴിയുമ്പോൾ നമ്മൾ നമ്മളുടെ വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുള്ളതിനെല്ലാം തന്നെ നമ്മൾ റിസർവ് ചെയ്യണം, സ്പേസ് റിസർവ് ചെയ്യണം. സോ ഇവിടെ ആൽഫ ബീറ്റ ഗാമ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വേരിയബിൾസ്. സോ ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഗാമയ്ക്കും എത്രയാ, നമ്മൾ 100 എലമെന്റ്സ് ആണുള്ളത് ഓരോന്നിനും. സോ 100 വേർഡ്സ് ആണ് അതിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്യുന്നത്. ഓക്കെ, റിസർവ് വേർഡ് 100, റിസർവ് വേർഡ് 100 ആൻഡ് റിസർവ് വേർഡ് 100. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ചോദിച്ചോളൂ കേട്ടോ. അടുത്തത് എക്സാമ്പിൾ 5, ടു ട്രാൻസ്ഫർ 100 bytes ഓഫ് ഡാറ്റ ഫ്രം ഇൻപുട്ട് ഡിവൈസ് ടു മെമ്മറി. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് മെമ്മറിയിലേക്ക് 100 bytes ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സബ് റുട്ടീൻ വേണം, ടു റീഡ് 100 byte റെക്കോർഡ്. ഓക്കെ, അപ്പോൾ സബ് റുട്ടീൻ നമ്മൾ ജേസബ് എന്നാണ് പേര് കൊടുക്കുന്നത്. ഓക്കെ, റീഡ് ആണ് നമ്മളുടെ പേര്. ഓക്കെ, ജേസബ് റീഡ് എന്ന് പറയുമ്പോൾ കോൾ റീഡ് സബ് റൂട്ടീനെ കോൾ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി റീഡിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, 100 bytes ഓഫ് ഡാറ്റയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇവിടെ ലൂപ്പിംഗ് എന്തായാലും വരുന്നു. സോ നമുക്ക് ഇവിടെ ഇൻഡെക്സ് രജിസ്റ്റർ ആദ്യം തന്നെ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യാം. ഓക്കെ, ഇനിഷ്യലൈസ് ഇൻഡെക്സ് രജിസ്റ്റർ ടു 0. അതുപോലെ തന്നെ 100 bytes ആണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത്. സോ നമ്മളൊരു ജനറൽ പർപ്പസ് രജിസ്റ്റർ എടുത്തിട്ടുണ്ട്, LDT. അപ്പം ടി രജിസ്റ്റർ 100 ആയിട്ട് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. ഓക്കെ, ഇനി ടെസ്റ്റ് ഡിവൈസ് ആണ്, ഇൻപുട്ട് ഡിവൈസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലൂപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസ് മെമ്മറിയിലേക്കാണ് നമുക്ക് ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ആദ്യം തന്നെ നമ്മളുടെ ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസിന് ടെസ്റ്റ് ചെയ്യുക. സോ ടെസ്റ്റ് ദ ഇൻപുട്ട് ഡിവൈസ്. ഓക്കെ, ഡിവൈസ് ബിസി ആണോ, ഓക്കെ റെഡി ആണോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം JEQ ആണെങ്കിൽ നമുക്ക് ലൂപ്പിലേക്ക് പോവാം. ഓക്കെ, JEQ ആണെങ്കിൽ നമ്മൾ ലൂപ്പിലേക്ക് പോവാം. ലൂപ്പിലേക്ക് പോകുമ്പോൾ അതായത് ഡിവൈസ് ബിസിയാണ്, JEQ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിവൈസ് ബിസി ആണെങ്കിൽ ലൂപ്പ് വീണ്ടും ആവർത്തിച്ചിട്ട് വീണ്ടും ടെസ്റ്റ് ഡിവൈസ് ചെയ്യണം. അപ്പം ഇൻപുട്ട് ഡിവൈസ് ടെസ്റ്റ് ചെയ്യുക, വീണ്ടും അതന്നെ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനി ബിസി അല്ലെങ്കിൽ നമുക്ക് ഇൻപുട്ട് ഡിവൈസിനെ റീഡ് ചെയ്യാം. ഓക്കെ, റീഡ് 1 byte ഇൻടു രജിസ്റ്റർ എ. ഓക്കെ, ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് 1 byte റീഡ് ചെയ്യുക, രജിസ്റ്റർ എയിലേക്ക് കൊടുക്കുക. ഓക്കെ, ഇനി ആ റീഡ് ചെയ്തിട്ടുള്ള ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് റീഡ് ചെയ്തിട്ടുള്ള ആ 1 byte നമ്മൾ ഒരു റെക്കോർഡിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ക്യാരക്ടർ ആണ്. സോ
സ്റ്റോർ ക്യാരക്ടർ ഓക്കെ ഇൻടു റെക്കോർഡ്. അപ്പം ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ ഓപ്പറേഷൻ ആണല്ലോ, ആദ്യത്തെ ക്യാരക്ടറാണ് നമ്മൾ റീഡ് ചെയ്തത്. അപ്പം നമുക്ക് ഇവിടെ ഒരു ഇൻഡെക്സ് രജിസ്റ്റർ ഇവിടെ നമ്മൾ കൊടുക്കണം. അപ്പം ആദ്യത്തെ കാര്യം ഇത് കഴിയുമ്പം അത് ഇൻക്രിമെന്റ് ആവും. ഓക്കെ, അപ്പോൾ ഇൻക്രിമെന്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ TIXR കൊടുത്തേ പറ്റുള്ളൂ. അവിടെ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുക. ഒന്ന് ഇൻഡെക്സ് ഇൻക്രിമെന്റ് ആവും 1 വെച്ചിട്ട്. പിന്നെ നമ്മളുടെ ഇതിൽ ജനറൽ പർപ്പസിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ആ ഒരു നമ്മുടെ മാക്സിമം വാല്യൂമായിട്ടൊരു കമ്പാരിസണും ചെയ്യും. ഓക്കെ, കമ്പാരിസൺ ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ TIXR യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രജിസ്റ്റർ ടു രജിസ്റ്റർ ഓപ്പറേഷൻ ആണ്, അതുകൊണ്ടാണ് നമുക്ക് R യൂസ് ചെയ്തിട്ടുള്ളത്. T രജിസ്റ്ററുമായിട്ടാണ് കമ്പയർ ചെയ്യാനുള്ളത്. ഏത് നമ്മളുടെ ഇൻഡെക്സ് രജിസ്റ്ററും T രജിസ്റ്ററും കൂടിയിട്ടാണ് ഇവിടെ കമ്പാരിസൺ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് രജിസ്റ്റർ ഈ ഒരു ഓപ്പറേഷൻ കഴിയുമ്പോൾ 0 മാറിയിട്ട് 1 ആവും. ആ 1 100 ചെക്ക് ചെയ്യും. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുക. അതാണ് ലെസ് ദാൻ. അപ്പോൾ ലെസ് ദാൻ ആണെങ്കിൽ JLT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജംപ് ഇഫ് ലെസ് ദാൻ. ഓക്കെ, ജംപ് ഇഫ് ലെസ് ദാൻ എവിടേക്ക് ജംപ് ചെയ്യണം? R ലൂപ്പിലേക്ക് ജംപ് ചെയ്യണം. അപ്പോൾ 1 എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ലെസ് ദാൻ 100 ആണ്. സോ ഇറ്റ് വിൽ ജംപ് ടു R ലൂപ്പ് അഗെയിൻ. R ലൂപ്പിലേക്ക് പോയി കഴിയുമ്പോൾ വീണ്ടും അത് ടെസ്റ്റ് ഡിവൈസ് വെച്ചിട്ട് ഇൻപുട്ട് ഡിവൈസ് ടെസ്റ്റ് ചെയ്യും. അഗെയിൻ അത് ബിസി ആണോ എന്ന് ചെക്ക് ചെയ്യും. JEQ ആണെങ്കിൽ വീണ്ടും R ലൂപ്പ് അഗെയിൻ അത് റിപ്പീറ്റ് ചെയ്യും. ഇൻ JEQ അല്ല എങ്കിൽ റീഡ് ചെയ്യും. ഇൻപുട്ട് ഡിവൈസ് റീഡ് ചെയ്യും. അഗെയിൻ STCH എന്ന് പറയുമ്പോൾ സ്റ്റോർ ആണ്. റെക്കോർഡിലേക്ക് അടുത്ത ക്യാരക്ടറിനെ കൊടുക്കും. അപ്പോൾ അതിനുശേഷം TIXR ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ എന്താണ് ഇൻഡെക്സ് രജിസ്റ്റർ ഒരു ഇൻക്രിമെന്റും ആവും. ഒപ്പം ഇൻക്രിമെന്റ് ആയി കഴിഞ്ഞാൽ 1 മാറിയിട്ട് ഐട്രേഷനിൽ എന്താവും? 2 ആവും. അപ്പോൾ 2 അഗെയിൻ ലെസ് ദാൻ 100 ആണോ എന്ന് ചെക്ക് ചെയ്യും. ലെസ് ദാൻ ആണെങ്കിൽ ജംപ് JLT എവിടേക്ക് പോകും? R ലൂപ്പിലേക്ക് പോകും. ഓക്കെ, ഇത്രയാണ് നമുക്ക് റീഡ് ചെയ്യാനുള്ള സബ് റൂട്ടീൻ്റെ ഉള്ളിൽ വരുന്നത്. ഓക്കെ, അതിനുശേഷം JSub കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് R sub കൊടുക്കുക. ഓക്കെ, JSub റീഡ് സബ് റൂട്ടീനെ കോൾ ചെയ്യുകയും ചെയ്യുന്നു. R sub ആ സബ് റൂട്ടീനിൽ നിന്ന് എക്സിറ്റ് ആവുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ്? ഇൻഡിവ് അല്ലെ. ഇൻഡിവ് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഡിവൈസ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ R ലൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലേബലാണ്, അത് വേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ് കേട്ടോ. അപ്പം ഇൻപുട്ട് ഡിവൈസിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്താ പറയുക 100 bytes ഓഫ് ഡാറ്റയാണ്. സോ അത് പക്ഷെ നമുക്ക് ഒരു എന്താ പറയുക ഇൻപുട്ട് ഡിവൈസിന് കൊടുക്കുന്ന ഒരു നമ്പർ നമ്മൾ ബൈറ്റ് ആയിട്ടാണ്, അത് നമുക്ക് ഓൾറെഡി ഫിക്സഡ് ആയതുകൊണ്ട് ബൈറ്റ് ആയിട്ടാണ് അത് റിസർവ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഇൻപുട്ട് ഡിവൈസ് നമ്പർ ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ റെക്കോർഡ് നമുക്ക് 100 ആണ് നമുക്ക് റെക്കോർഡ് സൈസ്. സോ റിസർവ് ബൈറ്റ് 100. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ SIC XCയിൽ വരുന്ന പ്രോഗ്രാംസ്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ബേസിസിൽ എഴുതാനായിട്ട് നോക്കണം കേട്ടോ. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പറ്റുവാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാമേ. ഓക്കെ, അപ്പം നമുക്ക് മോഡ്യൂൾ 1 ഇതോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആയി കേട്ടോ. ഓക്കെ, അപ്പം എക്സാമിന് എല്ലാവരും നന്നായിട്ട് ഈ പോർഷൻസ് ഒന്ന് നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പം ഒരു ഐഡിയ ഉണ്ടാവും എന്തായാലും. ഓക്കെ, അപ്പം വീട്ടിൽ കുറച്ചും കൂടി നന്നായിട്ട് വർക്കൗട്ടും ചെയ്യുക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട്. ഓക്കെ, സോ see you in the next video. Thank you for watching. Bye.